ഇതെന്താ ഈ ചെയ്യുന്നേ? ഇനിയും തീർന്നില്ലേ? എങ്ങനെ തീരാനാ? എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. ഓ, ലേ പാല് കുടിക്കുന്നില്ലേ? സോറി, എന്തേ പാല് കുടിക്കത്തില്ലേ? കുടിക്കുമല്ലോ. കല്യാണത്തിന് മുമ്പ് എൻഗേജ് ആയ ചിലരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്, ഫോണിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ബട്ട് ഞാൻ ജോലിയിൽ ബിസി ആയിരുന്നത് കൊണ്ട് അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അത് സാരമില്ല. എല്ലാം അപ്പോഴേ സംസാരിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് ശേഷം എന്ത് ചെയ്തേനെ? പക്ഷേ ഇപ്പൊ എന്ത് സംസാരിക്കണമെന്നറിയില്ല. ഇപ്പോ സംസാരിക്കണോ? നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സിനുള്ളില് ഒരു കഥക് തുറന്നു. എന്തുവാ കഥക് തുറന്നു കൊടുക്കുന്നു? നിനക്ക് എത്ര വയസ്സായി? കണ്ട എത്ര തോന്നും? 21. 21? സോറി, നീ തന്നെ പറ. 21 തന്നെയാ. പേടിക്കണ്ട, ഞാൻ മേജർ തന്നെയാ. പോലീസ് ഒന്നും പിടിക്കില്ല ഏട്ടനെ. നമുക്ക് വേണ്ടി ഭൂമിയിൽ ഒരാൾ ജനിക്കുമെന്ന് പറയാറുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്നറിയില്ല, പക്ഷേ എനിക്ക് വേണ്ടിയാണ് നീ ജനിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ നോക്കിയ നിമിഷം, നിന്റെ ആ നോട്ടം എൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ സമയം, എൻ്റെ ജീവിത ചരിത്രം ഞാൻ അന്നേരം തന്നെ എഴുതി കഴിഞ്ഞിരുന്നു. സത്യത്തിൽ ഇതെല്ലാം ഓൾറെഡി എഴുതി വച്ചിരിക്കുന്ന പ്രോഗ്രാം തന്നെയാണെന്ന്. സോറി സാർ, ഇനി ആ ബാലയുടെ മെയിലും ചെക്ക് ചെയ്യോ? എങ്ങോട്ടാ പോകുന്നേ? ഓഫീസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇനി ആ രമേശിന്റെ ഐഡിയിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. തിരിച്ചു വരും. വേഗം തിരിച്ചു വരാം. ആ പാസ്കോഡ് അല്ല സാർ. ഓക്കെ. അല്ല സാർ, ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് ജനിച്ചിരിക്കുന്നേ. അല്ല സാർ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ആ തേർഡ് ലൈനില്ലേ, തേർഡ് ലൈനില് അത്. ഇന്ന് സംസാരിക്കാൻ സമയമുണ്ടാവോ? എന്തായാലും ഇനി സംസാരിക്കുന്നില്ല. അത് സാർ, അത് പിന്നെ ഹലോ ദിനേശ്, ഭയപ്പെടാതിരിക്കൂ. എന്തുപറ്റി? രവിയെ ഞാനാകുന്നേ. ഒരു പ്രശ്നമില്ല, പേടിക്കാതിരിക്കൂ. റിലാക്സ്, റിലാക്സ്. യു മസ്റ്റ് റിലാക്സ്. ഓക്കെ? ഇയാളേതാ? ഇവിടെ രവി എന്ന് പറയുന്ന. സമയവും കാലവും നോക്കാതെ ഓരോരുത്തന്മാർ വന്നോളും മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. കാണ്, ഇവന്റെ പേരും രവീന്ന. നല്ലോണം കാണ്. എന്തു പറ്റി? ആക്സിഡന്റാ, സ്പോട്ട് ഔട്ട്. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ പറഞ്ഞേ. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, 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 വണ്ടി നിർത്താൻ, നിർത്താൻ, തിരികെ, 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 തിരികെ. നിനക്ക് വരേണ്ട ആപത്താണ് രവിക്ക് ചെന്ന് അവസാനിച്ചെന്ന ജോത്സ്യൻ എന്നോട് പറഞ്ഞത്. ദിനേശിന്റെ തലച്ചോറില് ചെറിയൊരു ദശ പോലെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തെല്ലാം ശരിയാവും. ദിനേശ്, ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അവസ്ഥയിൽ തലച്ചോറിനകത്ത് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കരുത്. ഒരു ഓപ്പറേഷനും അങ്ങനെ സക്സസ് ആയിട്ട് നടന്നിട്ടില്ല. നമുക്ക് വേറെ ഡോക്ടറെ കാണാം. ഞാൻ വന്നതിന് ശേഷം ഏട്ടൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. ഞാൻ കാരണമല്ല. എന്തിനിങ്ങോട്ട് വന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാ? ഇവനെ എന്തിനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? എന്റെ ഭർത്താവിനെ കൊന്നവനായവൻ. പറ, എന്തിനിങ്ങോട്ട് വന്നത്? ഞങ്ങളെ കൂടി ചേർത്തങ്ങ് കൊന്നുകൂടായിരുന്നോ? മോളെ പ്ലീസ്, സംഭവിച്ചത് ഒരു ആക്സിഡന്റ്. എനിക്കറിയാം, എന്റെ ഭർത്താവിനെ കൊന്ന ഭ്രാന്തനാണിവൻ. എടാ, നിനക്ക് ചാകണമായിരുന്നെങ്കിൽ വിഷം കുടിച്ച് ചത്തുകൂടായിരുന്നോ? അല്ല തൂങ്ങി ചത്തുകൂടായിരുന്നോ? എന്തിനാണ് എന്റെ ഭർത്താവിനെ കൊന്നത്? അവൻ നിന്റെ ഫ്രണ്ട് ആണെന്നല്ലാതെ മറ്റെന്ത് പാവമാണ് ചെയ്തത്? ഇവളുടെ മുഖം കണ്ടോ? ഈ പ്രായത്തിൽ തന്നെ അച്ഛനില്ലാതെ ജീവിക്കണം അവള്.
അല്പം പോലും മനസാക്ഷി ഇല്ലാതെ കുറ്റബോധം ഇല്ലാതെ എന്റെ വീട്ടു പഠിക്കാൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഛീ! കരയാതെ മോളെ, ക്ഷമിക്ക്. ആ കുഞ്ഞിനെങ്കിലാ ആക്സിഡന്റ് ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെ ശബ്ദം കേൾക്കുന്നോ? എടാ ദിനേശ്, നിന്നെ കൂടെ ഇരുത്തിക്കൊണ്ട് കാർ ഓടിക്കുന്നത് എനിക്ക് റിസ്ക്കാണ്. നമുക്ക് നടന്നു പോയാലെന്താ? അല്ലെങ്കിൽ വല്ല ഓട്ടോയും പിടിച്ച് നമുക്ക് പോകാൻ നോക്കാം. ദിനേശ്, 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 എന്തിനാ അവനെ പിടിച്ചു ആരാന്ന് ചോദിച്ചോ? വെച്ചിരിക്കുന്നത്? അവന്റെ അമ്മയാണ്. ഇവനെന്തിനാ ഇവിടെ കയറി ഞങ്ങളുടെ പിള്ളേരുടെ മേത്ത് കഴിച്ചു? അതെ, അവന് സുഖമില്ലാത്ത ചെറുക്കനാണ്. ഞങ്ങളുടെ ചെറുക്കന്റെ മേത്ത് കഴിച്ചിട്ട് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ല. വിട്ടേക്ക് അവനെ. അവൻ എന്നാ നല്ല കാശ് തന്നിട്ട് കുട്ടിയാണ്. കൊണ്ടുപോകാൻ നോക്ക്. അവന് സുഖമില്ലാത്തോണ്ട് ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് വന്നതാ ഞങ്ങള്. കൊടുക്ക്. എടുത്തു കൊടുക്കുമോളെ. അവനെ എന്റെ കൂടെ കൊടുക്ക്. ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോ. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം. നീ കാരണം ഞങ്ങൾക്ക് ആകെ നാണക്കേട്. എടാ ഞാൻ എന്തൊരു ഒച്ച വെച്ചു, ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അയ്യടാ, നീ ഇങ്ങനെ കിടന്ന് വെള്ളം വെക്കുന്നു ഞാൻ എത്ര കിട്ടടാ? 1000 രൂപ. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടാ, എന്റെ പേര് ദിനേശ് എന്നാ. എന്നെന്തിനാ ശർമ്മയെന്ന് വിളിക്കുന്നത്? അതിനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വന്നാട്ടെ സാറേ. സാറേ പോസ്റ്റ് പോകാൻ പറഞ്ഞിട്ട് വരികയാണ് കേട്ടാ. എന്താ വേണ്ടത്? ജയലക്ഷ്മി ടീച്ചർ, ശർമ്മ, നടരാജൻ, ഗോപാലൻ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയണം. അവരെല്ലാം മരിച്ചുപോയല്ലോ. നിങ്ങളാരാ? എന്തിനാ അവരെ അന്വേഷിച്ചു വന്നത്? നിങ്ങൾ അവരുടെ ആരാ? എനിക്ക് അവരെക്കുറിച്ച് അറിയണം സാർ, അതിനാ വന്നേ. ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല. നിക്ക്, ഞാനിപ്പോൾ വരാം. ഇരിക്കാൻ പറഞ്ഞില്ലേ? ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ റിട്ടയർഡ് ചെയ്യുന്നത് വരെ ഈ കേസ് അവസാനിപ്പിക്കാനേ പറ്റിയില്ല. ബ്രഹ്മചാരിയായി ജീവിച്ച ശർമ്മയും അനാഥനായ ബാലൻ ഗോപാലനെയും കാവേരിയാറിന്റെ തീരത്ത് വെച്ച് ജയലക്ഷ്മി ക്രൂരമായി കൊന്നുകളഞ്ഞു. ഇതാണ് ജയലക്ഷ്മിയും ശർമ്മയും. ജയലക്ഷ്മി, സാറേ, സാറേ എന്തിട്ടാ പറ്റിയേ? വെള്ളം വേണം. ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ശർമ്മയെ ഇവിടെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹവും സൽസ്വഭാവിയുമായിരുന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അദ്ദേഹമായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. തനിച്ചായിരുന്നെങ്കിലും നല്ലൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഗോപാലൻ എന്ന ഒരു അനാഥ ബാലനെ ദത്തെടുത്ത് വളരെ സ്നേഹത്തോടെ വളർത്തി. അങ്ങനെയിരിക്കെ ഈ നാട്ടിൽ ജോലി അന്വേഷിച്ച് ജയലക്ഷ്മിയും അവളുടെ അച്ഛനും വന്നു. വളരെ ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ശർമ്മയോട് അപേക്ഷിച്ചു. ശർമ്മ ജയലക്ഷ്മിയോട് സ്കൂളിൽ വന്ന് കാണാൻ പറഞ്ഞു. പാവം ശർമ്മ. ജയലക്ഷ്മിയാണ് തന്നെ കൊല്ലാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളോട് ദയ കാണിക്കില്ലായിരുന്നു. BA ബീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യായിരുന്നല്ലോ. അല്ല, അച്ഛൻ അറിയാവുന്ന നാടായോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്. മുൻപരിചയമൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഗോപാല, കളിച്ചത് മതി, കഴിക്കാം. അവന് ഞാൻ കൊടുത്തോളാം. ആദ്യം അങ്ങ് കഴിച്ചാട്ടെ. ഗോപാല,
ഇങ്ങ് വാ മോനെ, നമുക്ക് കഴിക്കാം. വരുന്നു ടീച്ചർ. പൗർണമി നിലാവത്ത് സ്വന്തം ഭാര്യയുടെ കൈകൊണ്ട് ഉരുളച്ചോറ് കഴിക്കാൻ എന്നെ പോലെ ആർക്കാ ഭാഗ്യമുള്ളത്? എന്താ ഇത് കൊച്ചുകുട്ടിയെ പോലെ? എന്നോട് ക്ഷമിക്ക് ജയലക്ഷ്മി. നമ്മുടെ കുഞ്ഞിന് ഞാൻ അറിയാതെയാണ് താഴെയിട്ടത്. വിടന്നേ, കഴിഞ്ഞതിനെ പറ്റി ഇനി ആലോചിക്കണ്ട. അങ്ങേ എനിക്ക് തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം. കഴിക്കുന്നേ. സന്തോഷം കൊണ്ട് ചോറ് തൊണ്ടക്കുഴി നിറങ്ങുന്നില്ല. അങ്ങ് ഇത്രത്തോളം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. ജയലക്ഷ്മി, ഇതുപോലെ തന്നെയല്ലേ എന്റെ കുഞ്ഞിനും വേദനിച്ചിട്ടുണ്ടാവാ? വേണ്ട ഗോപാല, ഗോപാല പൊയ്ക്കോ. ഗോപാല എവിടേക്കെങ്കിലും പൊയ്ക്കോ. നീ എവിടേക്കെങ്കിലും ഓടി പൊയ്ക്കോ. ഗോപാല വേണ്ട മോനെ, വേണ്ട പൊയ്ക്കോ. എന്റെ പേര് ജയലക്ഷ്മി, ആ ശർമ്മയുടെ വൈഫ്. ആ ശർമ്മയാണ് ഇതിനെല്ലാം കാരണം. ആ ശർമ്മയാണ് നിന്റെ കുഞ്ഞിനെ കൊന്നേ. അത് ശർമ്മയുടെ കുട്ടിയല്ല. സ്വപ്നത്തിലെല്ലാം ഞാൻ കണ്ടു. നീ ശർമ്മയ്ക്ക് വിഷം കൊടുത്ത് അടിച്ചു കൊല്ലുന്നത് കണ്ടു. ശർമ്മ നിന്നോട് പകരം വിട്ടാൻ നടക്കുക. യു ആർ നോട്ട് സേഫ് ഹിയർ. യു ആർ നോട്ട് സേഫ് ഹിയർ. ഇത് സ്വപ്നമായിട്ട് കാണണ്ട. ശർമ്മ എന്റെ ശരീരത്തിൽ കിടന്നുകൂടി നിന്നെ കൊല്ലാൻ നോക്കുകയാണ്. നീ ഇവിടുന്ന് രക്ഷപ്പെട്. ഇവിടുന്ന് പോകാനാ പറഞ്ഞേ. നീ സുരക്ഷിതയാണ്. ഇവിടെ നോക്ക്, എനിക്കൊന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ല. നീ എവിടേക്കെങ്കിലും പോ, ആപത്താണ്. പ്ലീസ്. ഞാൻ ഏട്ടന് വേണ്ടി ജനിച്ചവളാ. ഞാൻ എങ്ങോട്ട് പോവാനാ ഏട്ടനെ വിട്ട്? നിക്ക്, ഞാൻ കഴിക്കാനെടുക്കാം. അങ്ങ് ഇത്രത്തോളം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. കഴിക്കേ. വേണ്ട, കഴിക്കേ. വേണ്ട. കുറച്ച് കഴിക്കേ. എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കഴിക്കേ. എനിക്ക് വേണ്ട. വേണ്ട എനിക്ക്. എടാ ഷൺമുഖം, ആ പറയൂ ഭായ്. നീ പറഞ്ഞതുപോലെ 64 വർഷത്തിന് മുമ്പേ കാവേരി ആറിന്റെ തീരത്ത് 2 കൊലപാതകം നടന്നിട്ടുണ്ട്. അതിലെ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ വളർത്തുമകനായ ഗോപാലൻ എന്ന കുട്ടിയുമാണ് മരിച്ചത്. ഈ കൊലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ ജയലക്ഷ്മിയും അവളുടെ കാമുകനായ നടരാജനും ഒളിവിപ്പോയിരിക്കുകയാണ്. ഇത്രയും കാലം, ഇത്രയും നാള് നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ദിനേശ്, എന്ത്? ഇങ്ങോട്ട് വരൂ. ഉറക്കഗുളിയുണ്ടോ ഇവിടെ? ഡോക്ടർ തന്ന ചീട്ടുണ്ടോ? അല്ല, ഞാൻ ഈ ആശുപത്രിയിൽ നിന്നാ വരുന്നേ. ഇല്ല മാഡം, ഡോക്ടർ ചീട്ടില്ല, ഒരിക്കലും തരാൻ പറ്റത്തില്ല മാഡം. ആദ്യം അത് കൊണ്ടുവരൂ.
I-20 വേണം. എന്താ ചേച്ചി? ഐശ്വര്യേ, അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഏട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാ കാരണം. ഞാനിവിടെ നിൽക്കുന്നത് ഏട്ടന് നല്ലതല്ല. ഞാൻ നിങ്ങളെ വിട്ടു പോവാണ്. എന്നെ അന്വേഷിക്കണ്ട. എന്നോട് ക്ഷമിക്കണം അമ്മേ. കവിത, ഐശ്വര്യ മോളെ കണ്ടോ? കണ്ടില്ലല്ലോ മാഡം. ദിനേശ്. ശർമ്മ. എൻ്റെ പേര് ശർമ്മയെന്ന. ഓക്കെ ശർമ്മ. ദിനേശ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം ദിനേശിൻ്റെ ശരീരത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ അടുത്ത ജന്മമായത്. ദിനേശിനിപ്പോൾ സുഖമില്ല. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ ഞാൻ എടുക്കാം. അമ്മേ. ആ അമ്മയാ മോനെ, പറഞ്ഞോളൂ. ഒന്നുമില്ലമ്മേ. എൻ്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ ടേബിളിൻ്റെ പുറത്തൊരു മരുന്ന് പാക്കറ്റ് ഉണ്ടാവും. ശരി മോനെ, അതവിടെ വെച്ചേക്കണം. ഒരാൾക്ക് കൊടുക്കാനുള്ളതാ. ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. വെക്കട്ടെ മോനെ. എന്നാ ശരിയമ്മേ. സോറി ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ ഫോട്ടോ നിന്റെ കയ്യിലെങ്ങനെ വന്നു? നിക്കവിടെ നിക്ക.